पोर्शन ले लो, जल्दी चल। पीटर, 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 सर, पीटर, 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 चलो सब लोग चलो यहाँ से। पीटर, कम ऑन, कम ऑन, पीटर, पीटर, कम ऑन, I say, come on। सर, Finish him off। Out of what? हम लोगों को बाहर निकालो, बाहर निकालो, जल्दी, सब लोग बाहर निकालो, जल्दी, जल्दी, अरे साले, don't move। Come on, Benny, जल्दी, जल्दी। बोल, इसके साथ वाला बाकी हरामिया कहाँ है? जल्दी बोल, नहीं तो सबको गोली मार के उड़ा दूंगा। बोल, अबे वो लंगड़े, तू तो बोल, नहीं तो तेरी दूसरी टांग भी तोड़ दूंगा। बोल। Hey, stop later। Copper for Tiger। Target engaged, 2 borders killed, 1 casualty 1। Operation still on। Detailed report follows, over। बोल। नंदू, छोड़ो उसको, अपने आप को संभाल करो, एलोन ചെയ്യരുത്, मारेगा। No, ഇവർക്കറിയാം അവന്മാർ എവിടെ ഒളിച്ചിരിക്കുന്നെന്ന്. നമ്മൾ ദേ കടിച്ച ഇവറ്റകൾ വായ തുറക്കില്ല. രണ്ടെണ്ണത്തിന് നെറ്റി ഒളിച്ച ഇവളുമാർ സത്യം പറയും. നന്ദു, നിരായുധരെ വധിക്കാനും ആക്രമിക്കാനും നമുക്ക് അധികാരമില്ല। उन लोगों को कहां छुपा के रखा है? मैं आखिरी बार बोल रहा हूं, नहीं तो इसको गोली मार के उड़ा दूंगा। Nandu, put your gun down. Put your gun down. സമയം ഒരുപാടായി. പിന്നെ എന്താണ്? വല്ലാത്തൊരു ജീവിതമാണ് നമ്മൾ ഈ പട്ടാളക്കാരുടെ. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരെ ശത്രുവാണെന്ന് മനസ്സിൽ വിചാരിച്ച് വെടിവെച്ചു കൊല്ലുന്നവർ. അവരെ കൊന്നുകൂട്ടിന് കിട്ടുന്ന വീരശൃംഖലകൾക്കൊന്നും പട്ടാളക്കാരന്റെ മനസ്സിൽ തീയണക്കാനാവില്ലടാ. ജീവന്റെ അവസാന തുടിപ്പിലും ദയനീയമായി നോക്കുന്ന കണ്ണുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊന്നും ഒരു ശത്രുതയില്ല, പകയുമില്ല. ഏത് വേഷം കെട്ടിയാലും എവിടെ പോയി ഒളിച്ചാലും നിമിഷ നേരം കൊണ്ട് കൺമുമ്പിൽ തെളിഞ്ഞു വരും. വിടില്ല, ജീവിതാന്ത്യം വരെ വിടില്ല. അണ്ണാ, സമയം ഒരുപാടായി, നമുക്ക് താഴെ പോവാം. നീ എന്നെ സമയത്തെ കുറിച്ചൊന്നും പഠിപ്പിക്കണ്ട. അതോ ഞാൻ വല്ല മദ്യവെച്ച് മതോന്മത്തനായി വല്ല ധാരണയുണ്ടോ നിനക്ക്? അതല്ല അണ്ണാ, വാ. നീ പൊയ്ക്കോ, ഞാൻ ഇന്ന് മുഴുവൻ ഇവിടെ ഇരിക്കാൻ പോവാ. അണ്ണൻ വാ. പൊയ്ക്കോടാ. ഗുഡ് നൈറ്റ്.
ഇവിടെ വെച്ച് കണ്ടത് നന്നായി. ക്യാമ്പിൽ വന്ന് കാണാൻ ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. ഇന്നലെ ഒരു സോറി പോലും പറയാൻ പറ്റിയില്ല. അയ്യോ, അതിന് മാപ്പ് ചോദിക്കേണ്ടത് ഞാനല്ലേ? വിമലയുടെ കുടുംബകാര്യങ്ങൾ ഇടപെട്ടതിന് ഒഴിഞ്ഞു മാറാൻ പരമാവധി ശ്രമിച്ചു നോക്കിയതാ. പക്ഷെ നിയന്ത്രണം വിട്ടുപോയി. വിമലയെ ആദ്യം കണ്ടപ്പോഴോ പിന്നീട് പരിചയപ്പെട്ടപ്പോഴോ ഒന്നും ഇങ്ങനെ ഒരു ദുരന്തം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാണെന്ന് തോന്നിയതേ ഇല്ല. ഒരു വിധവയുടെ ദുഃഖം മുഖത്തണി നടന്നിട്ട് എന്തിനാ? എന്നെ സ്നേഹിക്കുന്നവരെ കൂടി സങ്കടപ്പെടുത്താനോ? അല്ലെങ്കിലും നന്ദു മരിച്ചെന്നറിഞ്ഞപ്പോ എനിക്ക് സങ്കടമാണോ തോന്നിയെന്നൊന്നും അറിയില്ല. ഒരുതരം മരവിപ്പായിരുന്നു. ഇഷ്ടപ്പെടാൻ മനസ്സൊരുങ്ങും മുമ്പേ നഷ്ടപ്പെട്ടില്ലേ? ലീവ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു ചെല്ലാനുള്ള അറിയിപ്പ് കിട്ടിയത് കല്യാണത്തലേന്നാ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതുകൊണ്ട് ചടങ്ങ് നടത്തിയെന്ന് മാത്രം. കല്യാണപ്പന്തലിൽ നിന്നാ നന്ദു ഇറങ്ങിപ്പോയത്. ശരിക്കൊന്ന് പരിചയപ്പെട്ടത് കൂടിയില്ല. സങ്കടമുണ്ട്. അത് പക്ഷേ വിധവയാകേണ്ടി വന്നോണ്ടൊന്നുമല്ല. നന്ദുവിന് സംഭവിച്ച ദുരന്തത്തിന് കാരണം എന്റെ നിർഭാഗ്യമാണല്ലോ എന്നോർത്തിട്ടാ. ഒരു ദുരന്തവും ജീവിതത്തിന്റെ അവസാനമാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഹിരോഷിമയിലും നാഗസാക്കിലും പിന്നെ ജീവിതമേ ഉണ്ടാകാൻ പാടില്ലല്ലോ. എല്ലാം അവസാനിച്ചൊന്ന് കരുതുന്നിടത്ത് വീണ്ടും പുതിയ പ്രതീക്ഷകളുണ്ടാവും. വരട്ടെ, ഒന്ന് രണ്ടിടത്തോടി കളക്ഷന് പോകാനുള്ളതാ. ശരി. അവന്റെ മക്കളുടെ ഒരു കളി. സത്യം പറ, അച്ഛൻ എവിടെ? അറിയില്ല. കള്ളം പറയരുത്. അച്ഛൻ എവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ കള്ളം വായിക്കും. സത്യം പറ, അച്ഛൻ എവിടെ? അച്ഛൻ എവിടെ? സത്യം പറ. അടിച്ചിന്റെ കാരണം പറ്റിക്കും. മനസ്സിലായി? മിഠായിയോടെ അയ്യോ, എന്താ സാറേ? നിനക്കൊന്നും അറിയില്ലല്ലേ? പണിക്കരുടെ കബഡി സഞ്ചി വാരി അവൻ ഓടിയത്. അവൻ എന്റെ കയ്യിൽ കിട്ടിയ പിഴിഞ്ഞ് ഞാൻ ചാറ് കുടിക്കും. അകത്തൊളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് വിളിക്കേ. ഈ കുട്ടികളാണ് സത്യം. ഇവിടെ ഇല്ല സാറേ. അവന്റെ അല്ലേ കുട്ടികള്. മോള് കരയണ്ട, സാർ ഒന്നും ചെയ്യില്ല. അച്ഛൻ എവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ ചെയ്യും. പണിക്കർക്ക് തലമുറകളായി കൈമാറി കിട്ടിയ കബഡിയാ. കബഡിയില്ലാതെ അയാളുടെ പ്രവചനം തെറ്റിയിരിക്കുക. എന്റെ പ്രമോഷന്റെ കാര്യം പ്രവചിക്കാമെന്ന് ഏറ്റിരുന്നതാ. അതിനിടയിലല്ലേ അവന്റെ കബഡി വാരി ഓട്ടം. സത്യമായിട്ട് എനിക്ക് അറിയില്ല സാർ. പൊക്കിള്ളിയിട്ട് 14 ഇഞ്ചക്ഷൻ എടുത്തൊരു സബ് ഇൻസ്പെക്ടറാണ് ഞാൻ. എന്നെ വെറുതെ പേ പിടിപ്പിക്കരുത്. ഞാനിപ്പോ പോകുന്നു. പനിക്കര തല്ലിയേനും സ്ട്രീറ്റ് ലൈറ്റ് പൊട്ടിച്ചേനും പരാതി വേറെ കിട്ടിയിട്ടുണ്ട്. അവൻ ഇവിടെ എത്തിയാലുടെ സ്റ്റേഷനിൽ ഹാജരാവാൻ പറയണം. ഇല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധത്തിന് കേസെടുത്ത് ഞാൻ അകത്ത് തള്ളും. പ്രകൃതി വിരുദ്ധം അല്ല സാർ, സാമൂഹ്യ വിരുദ്ധം. രണ്ടും ഒന്ന് തന്നെ. നല്ല തുടുത്ത തേങ്ങ. ഈ കള്ളൻ ഭാസ്കരനൊന്നും ഇതുവഴി വരാറില്ലല്ലേ? എന്താ സാറേ, ഈ ഓന്തിന് മൂക്കിപ്പൊടി കൊടുത്ത പോലെ എന്റെ മുറ്റത്തൊരു തെരച്ചില്? ആ സമയത്ത് ഏതാ ഇവിടെ ഒരു വണ്ടി ചുറ്റിക്കിറങ്ങുന്ന പോയത്? എന്റെ സാറേ, ഞാനൊരു പൊതുപ്രവർത്തകനാ. അതും ഭരിക്കുന്ന പാർട്ടിയുടെ ആളാ. എന്നെ കാണാൻ ചിലപ്പോ മുഖ്യമന്ത്രി വരെ വന്നിരിക്കും. സാറ് പുതിയ ആളായതുകൊണ്ടാ. കൊറേ പട്ടാളക്കാർ ഇവിടെ കുറ്റി മറിച്ച് വന്നെന്ന് വെച്ച് മനുഷ്യനെ തൂറാൻ വരെ വിടില്ലെന്ന് വെച്ചാ. മോനെ പൊതുപ്രവർത്തക, നാട്ടുകാർ നിനക്ക് ഓമനിച്ചെന്ന ഈ നേതാവ് പട്ടുണ്ടല്ലോ, അത് ഞാനങ്ങ് മാറ്റും. മുതവണം ചിലക്കുന്ന ഈ നാവുണ്ടല്ലോ, അതിന് നീളം കുറയ്ക്കുകയും ചെയ്യും. കാണോ നിനക്ക്? എന്താ എന്താ സാറേ പ്രശ്നം? അറിഞ്ഞാ നിങ്ങൾ തീർക്കോ? എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, നിങ്ങളുടെ എല്ലാം സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സംശയമുള്ളിടത്ത് കയറും, പരിശോധിക്കും. എല്ലാവരും സഹകരിക്കണം. സഹകരിച്ചേ പറ്റൂ. അത് ഞങ്ങളുടെ കാലത്തും അങ്ങനെ തന്നെയാ. സംശയം തോന്നിയാൽ ഞങ്ങൾ എവിടെയും കയറും.